അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരവുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സർവാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ആയുസ്സും ആരോഗ്യവും ഒഴിവു സമയങ്ങളും അവൻ ഇഷ്ടപ്പെടുകയും ആദരവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയും ചെയ്ത വഴിയിൽ അവിടുത്തെ ആഗ്രഹമെന്നോണം മുന്നോട്ട് പോകാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തആല സംവിധാനിച്ച ഏറെ മാധുര്യവും കൺകാഴ്ചകൾക്കേറെ സന്തോഷവും നൽകുന്ന പ്രകൃതി സുന്ദരമായ ലോകത്ത് എല്ലാം ഉപയോഗപ്പെടുത്തി അനുഭവിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും അനുസരണയുള്ളവരായി മാറണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇബാദത്തിനെ സൂചിപ്പിക്കുന്ന ഇടങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അവനിലേക്ക് മടങ്ങാൻ, അവനെ മനസ്സിലാക്കാൻ, അവനെ ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ സംവിധാനിച്ച് നൽകിയത് എന്ന് പല ഭാഗങ്ങളിലായി റബ്ബ് തആല സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കി കൊണ്ടുപോവുക, പ്രതിബദ്ധതയുള്ളതായി, ഏറെ അനുസരണയുള്ളതായി കൊണ്ടുപോവുക എന്നുള്ളത് വിശേഷ ബുദ്ധിയുള്ള നമ്മളുടെ ബാധ്യതയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ലോകർക്ക് വേണ്ടി ഉള്ള ഒരു നിർദ്ദേശമായി എന്താണ് മനുഷ്യർ, എന്താണ് ഭൂതവർഗം, അവരുടെ ബാധ്യത എന്താണ് എന്ന് വ്യക്തമായി അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മെ ആരാധിക്കുവാൻ വേണ്ടിയാണ്, എനിക്ക് ആരാധിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യരെയും ഭൂതവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിപ്പിന് അല്ലാഹു തആല കണ്ട ലക്ഷ്യം അവനെ മനസ്സിലാക്കലാണ്. അള്ളാഹുവിലേക്ക് മടങ്ങലും അള്ളാഹുവിനെ ആരാധിക്കലും മാത്രമാണ് നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ബാധ്യത. ബാക്കിയെല്ലാം അല്ലാഹു തആല തരും. വമാ മിൻ ദാബത്തിൻ ഇല്ല അലല്ലാഹി റിസ്ഖുഹാ. പ്രപഞ്ചലോകത്തുള്ള, ഭൂമി ലോകത്തുള്ള ഇടജന്തുക്കളിൽ നിന്നൊന്നുമില്ല, അവർക്കുള്ള ഭക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തിട്ടല്ലാതെ എന്നാണ്. ആ നിലക്ക് അള്ളാഹുവിന് വേണ്ടി മാത്രം മാറി നിന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ എല്ലാം തുറന്നു തരും എന്നുള്ളതിന് വ്യക്തമായ സൂചനയായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസുകളിലൂടെ നമ്മളുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രഭാത സമയത്ത് ചിറകുകൾ വിടർത്തിക്കൊണ്ട് ഓടിപ്പോകുന്ന പക്ഷികൾ പ്രഭാതത്തിൽ പോകുമ്പോൾ വയറൊട്ടിക്കൊണ്ട് പോവുകയും പ്രദോഷ സമയത്ത് വയറ് നിറഞ്ഞതായി തിരിച്ചു വരികയും ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന ആശയം വരുന്ന ഹദീസുകൾ പ്രശുദ്ധമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്രയും സൗകര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരുമ്പോൾ നമ്മൾ നമ്മളുടെ ആവശ്യവും ഇഷ്ടവും തടീച്ചയുടെ ആഗ്രഹവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോവലല്ല മനുഷ്യരുടെ ബാധ്യത. മുസ്ലിമേതരാവട്ടെ, ഒരു മനുഷ്യരുടെ ബാധ്യത അതല്ല. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്ന നമുക്ക് വേണ്ടി, നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവാചകർ മാറ്റിവെച്ച പ്രാർത്ഥനയെക്കുറിച്ച് സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലികുല്ലി നബിയിൻ ദഅവ, എല്ലാ പ്രവാചകർക്കും ദുആ ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ദുആ ചെയ്യാനുള്ള ബാധ്യതയും അവകാശവും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. യദ്ഉ ബിഹ, എല്ലാ പ്രവാചകന്മാരും ആ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞു. വ ഉരീദു അൻ അഖ്തബിയ ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി ഫിൽ ആഖിറ, ആഖിറത്തിൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള ശുപാർശയ്ക്ക് വേണ്ടി ആ പ്രാർത്ഥനയെ ഞാൻ മാറ്റിവെക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ വിവരിക്കുമ്പോൾ, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നമ്മുടെ വിജയം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം എന്ന് വ്യക്തമാവുകയാണ്. അള്ളാഹുവിൻ്റെ ലക്ഷ്യവും അതാണ്. നമ്മൾ ആരെയും പരാജയപ്പെടുത്തുവാൻ വേണ്ടി അല്ലാഹു തആല ഒരിക്കലും വിശേഷ ബുദ്ധി നൽകിക്കൊണ്ട് മനുഷ്യനെ പടച്ചിട്ടില്ല. എവിടെയും സൂചിപ്പിക്കുന്ന ഇബാദത്ത് പറയുന്ന ഇടങ്ങളിലൊക്കെ അല്ലാഹു തആല പറഞ്ഞത് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ, അള്ളാഹുവിനെ വിശ്വസിക്കുവാൻ വേണ്ടി എന്നാണ്. അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ലക്ഷ്യം അതായിരിക്കെ എല്ലാ ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കെ നബിത്തങ്ങളുടെ ആഗ്രഹത്തിൻ്റെ കൂടെ പോക്കാണ് നമുക്ക് ഏറ്റവും വലുത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സഈദ് തങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നു, യാ അബാ സഈദ്, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വജബത് ലഹു അൽ ജന്ന. ആരെങ്കിലും ഒരാൾ അല്ലാഹു തആലയെ റബ്ബായി ഇഷ്ടപ്പെടുകയും പരിശുദ്ധമായ ദീനിനെ, ഇസ്ലാമിനെ അവൻ്റെ പരിശുദ്ധമായ മതമായി അവൻ ഉൾക്കൊള്ളുകയും അവൻ ഇഷ്ടപ്പെടുകയും ചെയ്തു, അതേപ്രകാരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി ഇഷ്ടപ്പെടുകയും ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, അവനക്ക് അല്ലാഹു തആല സ്വർഗം നൽകും എന്ന് പ്രവാചകർ പറഞ്ഞു. അള്ളാഹുവിനെയും പ്രവാചകരെയും ഉൾക്കൊള്ളേണ്ട പ്രകാരം ഉൾക്കൊണ്ടാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഈ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങൾക്ക് ഇതൊന്ന് തീർന്നു കിട്ടിയാൽ തൻ്റെ ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കൽ പോലും വിശേഷബുദ്ധിയുള്ളൊരു മനുഷ്യന് യോജിച്ചതല്ല എന്നും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ തൊട്ട് ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യതമന്ന അഹദുകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്. അതിൻ്റെ കാരണം രണ്ടാണ്. ഇമ്മാ മുഹ്സിനൻ, ഒന്നുകിൽ നിങ്ങൾ നന്മ ചെയ്യാൻ സൗഭാഗ്യമുള്ള, നന്മ ചെയ്യാൻ അവസരം ലഭിക്കുന്നവരായി മാറിയേക്കാം. ഫല അല്ലഹു യസ്ദാദ്, അങ്ങനെ വരുമ്പോൾ അവർക്ക് നന്മകൾ ധാരാളമായി ചെയ്യാൻ വേണ്ടി കഴിയും. രണ്ടാമത്തത് വ ഇമ്മാ മുസീഅൻ, അല്ലെങ്കിൽ ദോഷിയാകാൻ, ദോഷം ചെയ്യുവാൻ വേണ്ടിയുള്ള സാഹചര്യമായിരിക്കും അവനിക്കുണ്ടായിത്തീരുന്നത്. പക്ഷേ ഫല അല്ലഹു യസ്തഅതിബു, അവനിക്ക് തൗബ ചെയ്യാൻ, ഖേദിച്ചു മടങ്ങാനുള്ള അവസരം അല്ലാഹു തആല നൽകും. പെട്ടെന്ന് ആയുസ് തീരാൻ വേണ്ടി പോലും ആഗ്രഹിക്കൽ നമുക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെന്താണ്, നമ്മുടെ ശ്രേഷ്ഠത എന്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വിവരിച്ചു തരുന്നത്. പരിശുദ്ധമായ റജബിൽ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. റജബ് പിറന്നാൽ ചെയ്യുന്ന ദുആ റമളാൻ വരെ നീണ്ടു നിൽക്കുന്നു. ഈ റജബിൽ നമ്മൾ ഒരുങ്ങി തയ്യാറായി ഷഅബാനിൽ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് റമളാനിൽ കൊയ്തെടുക്കാൻ, റജബിൽ പരിശുദ്ധരാവാത്ത, മനസ്സുകൊണ്ട് തയ്യാറാവാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഷഅബാനിൽ അതിന് വളം കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് ചേർന്ന് വന്ന് അതങ്ങനെ തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിലും നമുക്കതിനെ കൊണ്ട് നേട്ടമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിത്തീരുകയും ചെയ്യും. പരിശുദ്ധമായ റജബിൽ 1 മുതലേ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന് പല ഹദീസുകളിലൂടെ മഹാന്മാരാകുന്ന അയിമ്മത്ത് നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
തുടക്കം മുതലാവാലും മധ്യത്തിലായാലും അവസാനത്തിലായാലും ആ നോമ്പ് നമുക്കേറെ പുണ്യമുള്ള കേസാണ്. മാത്രമല്ല, ഈ പരിശുദ്ധമായ ഈ മാസത്തിന് ഏറെ പുണ്യം കിട്ടാൻ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ബഹുമാനത്തോടുകൂടി അള്ളാഹുവിങ്കിലേക്ക് ചെന്നുപോടാൻ ഒരു യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ പരിശുദ്ധമായ മാസവും കൂടിയാണിത്. അപ്പോൾ ആ ഒരു നന്മ നമ്മുടെ മുമ്പിലേക്ക് നൽകുമ്പോൾ ഏറ്റവും തരപ്പെട്ട രീതിയിൽ തന്നെ നന്ദി ചെയ്യുക എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. അതിനുവേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പല അമലുകളും, നിസ്സാരമായ അമലുകൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ജീവിതത്തിൻ്റെ പളപളപ്പിൻ്റെയും ഇടയിൽ ഓടുമ്പോൾ മനുഷ്യരാരും അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതിരിക്കുകയും അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ന്യായം കണ്ടെത്താൻ എവിടെയെങ്കിലും വകുപ്പുകളുണ്ടോ എന്ന് അന്വേഷിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം പോകുന്നത്. ഇവിടെ ഞാൻ പ്രസക്തമായ ഒരു ഹദീസ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മസലി കമസലി റജുലിൻ, എൻ്റെ ഉദാഹരണം ഈ സമുദായത്തിൽ ഒരാളുടെ ഉദാഹരണം പോലെയാണ്. ഇസ്തൗഖദ നാറൻ, അദ്ദേഹം ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഫലമ്മ അളഅത് മാ ഹൗലഹ, ആ വിളക്കിൻ്റെ പ്രകാശം അതിൻ്റെ പാർശ്വഭാഗങ്ങൾ പ്രകാശിപ്പിച്ചു കഴിയുമ്പോൾ ജഅലൽ ഫറാശു യഖഇന ഫീഹ, പ്രാണികൾ തുടങ്ങിയ വസ്തുക്കൾ വന്നുകൊണ്ട് അതിൽ വന്ന് വീകുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ വിളക്ക് കത്തിച്ച ഉടമസ്ഥൻ ആ പാറ്റകളെ അതിൽ നിന്ന് തള്ളിമാറ്റാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവകൾ അദ്ദേഹത്തിൻ്റെ കയ്യിനെ വകഞ്ഞ് മാറ്റി നിർത്തി അതിലേക്ക് വന്ന് വീവുകയും അവരതിൽ ചാടി നശിക്കുകയും ചെയ്യുന്നു. അതുപോലെയാണ് നിങ്ങളുടെയും സാഹചര്യം. നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഞാൻ നിങ്ങളെ അരുതായ്മകളിൽ നിന്ന് പിടിച്ചു നിർത്തുമ്പോൾ ആ പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം എന്നുള്ള വലിയൊരു ശുഭസൂചന ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതല്ല വിജയം, നമ്മൾ കാണാത്തതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ധാരാളമായി വിജയമായി കിടക്കുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ പ്രധാനിയായ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരാൾക്കും തന്നെക്കൊണ്ട് വിഷമമുണ്ടാവരുത്, തന്നെക്കുറിച്ച് ഇല്ലാത്തൊരാക്ഷേപം ഒരാൾ മറ്റു ബന്ധു പറഞ്ഞു കഴിഞ്ഞാലും ആ ആക്ഷേപത്തിന് മാന്യമായ പെരുമാറ്റം കൊടുക്കുക എന്നുള്ള വലിയൊരു വിജയത്തിൻ്റെ പാത നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നൊരു മഹാനാണ് ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ നാണയം കാണാതായ ഒരു പരാതിയുമായി അദ്ദേഹം നാടുനീളം നടക്കുകയാണ്. തൊട്ട് സമീപത്ത് കിട്ടിയത് ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവാണ്. സത്യസന്ധനായ ജാഫർ റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ സ്വർണം നഷ്ടപ്പെട്ടു പോയ, ഈ നാണയം നഷ്ടപ്പെട്ടു പോയ സഹോദരൻ ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടികൂടുകയും നിങ്ങളാണ് എൻ്റെ നാണയത്തുട്ടുകൾ അടങ്ങിയിട്ടുള്ള കിഴി കെട്ടുകൊണ്ടുപോയത് എന്ന് പറയുകയും ചെയ്തപ്പോൾ ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു അദ്ദേഹത്തോട്, എത്ര നാണയമാണ് നിങ്ങളുടെ കിഴിയിൽ ഉണ്ടായത്? മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ കിഴിയിൽ ഉണ്ടായത് 1000 ദിനാറാണ്. മഹാനവറുകൾ ഉടൻ വീട്ടിൽ പോവുകയും വീട്ടിൽ നിന്ന് 1000 ദിനാർ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അത് വാങ്ങി അദ്ദേഹം പോകുമ്പോൾ ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹു വലിയൊരു നന്മ ചെയ്ത സന്തോഷത്തിലാണ്. ദിവസങ്ങൾക്ക് ശേഷം ആക്ഷേപിച്ച ആളുടെ കിഴികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടു. അദ്ദേഹം നേരത്തെ ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത 1000 ദിനാറുമായി അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, നിങ്ങളല്ല എൻ്റെ കിഴി കട്ട ആള് എന്നെനിക്ക് ബോധ്യപ്പെട്ടു, എൻ്റെ കിഴി എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ 1000 ദിനാർ നിങ്ങൾ തിരിച്ചു വാങ്ങണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ജാഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമ്മൾ കൊടുത്തത് തിരിച്ചു വാങ്ങുന്ന ഒരു പാരമ്പര്യം ഉള്ളവരല്ല നമ്മൾ, അതുകൊണ്ട് നിങ്ങൾക്കതുകൂടി കൊണ്ടുപോകാം. ഇതിൽ വലിയൊരു പാഠം നമുക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകൾ ഒരിക്കലും തിരിച്ചൊരു പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ടാവരുത്.
റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഘട്ടത്തിൽ അവിടത്തിലുണ്ടായിരുന്ന ശത്രുക്കൾ ആക്ഷേപിച്ച ആക്ഷേപത്തിന് വിശുദ്ധ ഖുർആൻ കൊടുത്ത മറുപടിയും ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, വളരെ ഉന്നതനായ സർവേശ്വരനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്തവർക്കല്ലാതെ എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനാണ് ആ ഒരു അമലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിച്ചത് എന്ന് നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ വലിയൊരു നേട്ടം. നമ്മുടെ അമലിൽ നമുക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഇഷ്ടവുമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വരുന്ന മാസങ്ങളിൽ, റജബടക്കമുള്ള മാസങ്ങളിൽ ഇബാദത്തുകൾ കൊണ്ടും ശുദ്ധമായ മനസ്സുകൊണ്ടും ഇതിനെ വരവേൽക്കാനും അതിനെ ഉൾക്കൊള്ളുവാനും അമലുമായി കൂടിച്ചേരാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖും സൗഭാഗ്യവും നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.